ഇപ്പോഴും കടുത്തിരുത്തിയില്ല. കടുത്തിരുത്തി നിയോജകമണ്ഡലത്തിലാണ്. ഇത്രയും നാളും പാലാ നിയോജകമണ്ഡലത്തിലായിരുന്നു. അപ്പോൾ പാലാ നിയോജകമണ്ഡലത്തിൽ നിന്ന് കടുത്തിരുത്തിയിലേക്ക് മാറിയ മാറ്റം ഉഴവൂര് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മനപ്രയാസം ഉണ്ടാക്കിയ സത്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം KM മാണിയും പാലായും ഉഴവൂരുമായിട്ട് വളരെയധികം അങ്ങോട്ട് ഇണങ്ങിച്ചേർന്ന് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെ എല്ലാവരും ഒന്നിച്ച് കഴിഞ്ഞിരുന്നത്. പെട്ടെന്നൊരു പരിച്ഛേദനയിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഉഴവുകാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സത്യം. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, മാറ്റങ്ങൾ ഉണ്ടാവണം, മാറിയേ പറ്റൂ. കാരണം മറ്റൊന്നുമില്ലെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇനിയിപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം, ഉഴവുകാരെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ മോൻസ് ജോസഫ്, പുള്ളി ഇതുവരെയുള്ള പുള്ളിയുടെ ചരിത്ര പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ കഴിവ് വളരെ തെളിയിച്ച വ്യക്തിയാണ്. ഒരു MLA എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിലും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ വ്യക്തമായി പ്രകടമായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആള് ഉഴവൂർ വരുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇത്രയും നാളും മോൻസിനെ സംബന്ധിച്ചിടത്തോളം കടുത്തുരുത്തിയായിരുന്നു. അതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് കുറവലങ്ങാട് വരെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മാണിസാരോട് വന്നപ്പോൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇനിയിപ്പം കടുത്തുരുത്തിയിലെ പുരോഗതികൾ, പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് യാതൊരു കാരണവശാലും കുറവലങ്ങാട് കൊണ്ട് നിന്നു പോകരുത് എന്നുള്ള കാര്യത്തിൽ നിർബന്ധം. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ശ്രീമാൻ മോൻസിനോടും മാണിസാറിനോടും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് മോൻസും മാണിസാറും അത് വളരെ വ്യക്തമായി ഇവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉഴവൂരിൻ്റെ സാംസ്കാരിക പൈതൃകവും അതിൻ്റെ ആ പശ്ചാത്തലവും വെച്ച് നോക്കുമ്പോൾ ഉഴവൂര് ഇന്ന് ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു പ്രദേശമായി വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വളർച്ചയിൽ മാണിസാറ് കാണിച്ച അതേ ആത്മാർത്ഥത, അതേ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ഉഴവുകാരോട് കാണിക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് മോൻസ് ഒരിക്കലും അതിന് മാറ്റം വരുത്തില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പം UDF-ന്റെ പ്രതിനിധിയായ മോൻസുമായിട്ട് ബന്ധപ്പെടുന്നതും മോൻസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ ശ്രമങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അടുത്ത മന്ത്രിസഭ UDF-ന്റെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒന്നിച്ച് കൂട്ടായിട്ട് എല്ലാം മറന്ന് കയ്യും മെയ്യും ഒന്നിച്ച് ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം, ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാം.